സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുന്നു. അഖിൽ NRD എന്ന് പറയുന്ന NRD എന്താണോ എനിക്കറിയത്തില്ല, അങ്ങനെ എന്തോ ആ പേര്. ഒരു പയ്യൻ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററോ, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതോ പുതിയ പടത്തിനെതിരെ കോക്കൊക്കെ എന്തോ വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പയ്യൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ആ പിടിച്ചൊരു ചേർക്കൻ കോമഡിയൊക്കെ പറയുന്നത് ഏതൊക്കെ വീഡിയോ ഭയങ്കര ഫേമസ് ആണ്. വൈറലായ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ഭാര്യ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ഭാര്യ കഴിഞ്ഞ ദിവസം ഏതൊരു ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി പോകുന്നതിൻ്റെ CCTV വിഷ്വലൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്ത്, ആരാന്നറിയത്തില്ല. ഇവനോട് താല്പര്യമുള്ളവരാണോ ഇവനോട് താല്പര്യം ഇല്ലാത്തവരാണോ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഈ പരിപാടിക്കകത്ത് കമൻസ് കുറേ വരുന്നുണ്ട്. കുറേ പേര് വീഡിയോ ഇടുക, അവൾ ചെയ്ത് ശരിയാണോ, ഇവൻ പാവമാണ്, അവൾ പറയുന്നു പറഞ്ഞാൽ അവന് വേറെ അഫെയർ ഉണ്ടാകുന്നോ അതുകൊണ്ടൊക്കെ. ഇതിനകത്ത് വേറെ ഒരു കമൻറ്റ്, അവന് വേറെ ഗേൾസുമായി അഫെയർ ഉണ്ടെങ്കിൽ ഇവൻ ലീഗലായി മൂവ് ചെയ്ത് ഡിവോഴ്സ് വാങ്ങി പോവുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ വേറൊരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണോ ചെയ്യേണ്ടത്? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഈ കഥ കേട്ടിട്ട് അവൾ പിടിക്കപ്പെട്ടപ്പോൾ ഇവൻ്റെ പേരിൽ ഒരു കഥ ഇറക്കിയത് പോലുണ്ട്. എന്തേലും ആവട്ടെ എന്ന് ഒരു കമൻറ്റ്. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ എന്ന ഒരാളുടെ കൂടെ ആണ് പോയത്. 2 കൂട്ടരെയും നാറുനാറ് പോലീസ് വിളിച്ചിട്ട് ഉണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേളായിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോട് ഒട്ടും പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്നാണ്. അങ്ങനെ 2 കൂട്ടരും അവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ കമൻറ്റ്. അഖിൽ നൂറനാടിനെതിരെ ഗുരുതര ആരോപണങ്ങളായി ഭാര്യ. അഖിലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അനുവേട്ടൻ്റെ കൂടെ പോയത്. ഓക്കെ, നാളെ അനുവേട്ടന് വേറെ ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഇതെന്തോടെ ഇവർക്ക് ഈ ഓൺലൈൻ മീഡിയക്കാർ, അതുപോലെ തന്നെ ഈ വ്ളോഗേഴ്സ്, അവളെ ഒന്നും പറയരുത്, പോയത് പോയി. അഖിൽ NRDയുടെ പ്രതികരണം. എല്ലാവരും മാന്യരും എല്ലാവരും സൽസ്വഭാവിമാരും ഒക്കെ ആണല്ലോ ഇതിനകത്ത് പറഞ്ഞു വരുമ്പോൾ. ഇതിനകത്തിപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായി. ഇവൻ പറയുന്ന പോലെ അവൾക്ക് ഒരു ലീഗലി അങ്ങ് മൂവ് ചെയ്താൽ പോരാന്നോ എന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചു ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവൻ ലീഗലി മൂവ് ചെയ്യാഞ്ഞത്? അവൻ ഈ പെണ്ണോട് എന്തെങ്കിലും താല്പര്യക്കുറവൊക്കെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ വേറൊരു പെണ്ണിൻ്റെ തോന്നുന്നു. അപ്പോൾ ഇതങ്ങ് അവനങ്ങ് ഡിവോഴ്സ് ആക്കിയിട്ടങ്ങ് ഓക്കെ, എനിക്ക് നിന്നോട് ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമുക്ക് ഡിവോഴ്സ് ചെയ്യണം, അത് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നിയാൽ അത് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നപോലെ വേറെ ആൾ തോന്നിയതുകൊണ്ട് ഡിവോഴ്സ് ആക്കണമെന്ന് പറഞ്ഞാൽ പെൺപിള്ളേരൊക്കെ കിടന്ന് മുടയും. അല്ലേ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്യണം. എന്നിട്ട് മ്യൂച്വൽ ഡിവോഴ്സ് ഒപ്പിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞാൽ അയാളുടെ വഴിക്ക് പോകാമല്ലോ. അങ്ങനെയും പറഞ്ഞുകൂടെ? എന്തിനാ അവൾ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവൾ ഡിവോഴ്സ് ചെയ്തിട്ട് പോകണമെന്നു? അല്ലാതെ അവനാണ് ശരിക്കും ഡിവോഴ്സ് ചെയ്യേണ്ടത്. അവനാണല്ലോ വേറെ അഫെയർ ഉണ്ടാകുന്നത് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇവക്കെങ്ങാനും വേറെ അഫെയർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആൾക്കാരെല്ലാം കൂടെ എന്ത് പറഞ്ഞേനെ, ആ പെണ്ണിനെ എന്തെല്ലാം വിളിച്ച് പറഞ്ഞേനെ. ഇപ്പോൾ അഖിൽ പറയുകയാണ് അവൾക്കൊരു അഫെയർ ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പെൺകുട്ടിയോട് പോയത് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ എല്ലാവരും ഇപ്പോൾ നശിപ്പിച്ചേനെ, വിഷം കലക്കി കൊടുത്തേനെ അവൾ, മറ്റു കുറച്ച് അങ്ങനെയൊക്കെ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. വിഷം കിട്ടാൻ നന്നായി, ഗ്രീഷ്മ പോലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പെൺപിള്ളേരെ നല്ല രീതിയിൽ തേക്കുന്നുണ്ട്. ഈ വിഷയം കുറച്ച് അടുത്താണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അഖിൽ NRDയുടെ ഭാര്യ ഒളിച്ചോടി പോയി. ഞാൻ ഇവരുടെ വിവാഹത്തിന് പോയ ഒരാളാണ്. 2021 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗഹൃദവും അഖിലുമായി കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയത്ത് വലിയ ഞെട്ടലുണ്ടായിരുന്നു. അഖിൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല വ്ളോഗായി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീഡിയോസ് ഒരുപാട് നാളെ കാണുന്നുണ്ടായിരുന്നു. കണ്ടാൽ നല്ലൊരു ദമ്പതികൾ. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കും, അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല, അതാണ് അവൻ്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് എൻ്റേത്, വീഡിയോ ചെയ്യുക എന്നാണ് എൻ്റെ ജോലി, വീഡിയോ ചെയ്തേ തീരൂ, അത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ആണ് ഏതാണ്ടൊക്കെ എഴുതി വിടുക അവർക്ക് ചെന്നങ്ങ് ആ ഗ്യാപ്പിൽ അതും ഇതൊക്കെ കേട്ടിട്ടേ. ഇതിനകത്തിപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ വലിയ അന്വേഷണമൊന്നും വേണമെന്നില്ല. അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലൊക്കെ അയാൾക്ക് ഈ പെണ്ണിന് ചിലപ്പോൾ മറ്റേ ആളോട് എന്തെങ്കിലും താല്പര്യം തോന്നിയിട്ടാണ് അയാൾ ഇറങ്ങി പോകാൻ വിചാരിക്കുക. അതിന് ഇവൻ ഔദ്യോഗികം ഉണ്ടാവണമെന്നോ അല്ല മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നോ നിർബന്ധമൊന്നുമില്ല. തിരുവനായ്ക്ക് അവിടെ കുറേ എണ്ണം ഉണ്ട്, കുറേ പോസ്റ്റ് ഉണ്ടാകും, നോക്കട്ടെ. എല്ലായിടത്തും ഇതാ പരിപാടി. ഇതിനകത്ത് ഒന്നെങ്കിൽ ഒരുത്തിന് അല്ല ഒരുത്തിക്ക് അങ്ങനെ പല റിലേഷൻഷിപ്പ് കാരണമാണ് എന്നൊക്കെ പറയും. അതും വെറുതെയാണ് ഒരു പരിധി വരെയൊക്കെ. കുറേയൊക്കെ ചിലതൊക്കെ അങ്ങനെ വെറുതെ പറയാനേ ഉള്ളത്തുള്ളൂ, അതായിരിക്കത്തില്ല യഥാർത്ഥ റീസൺ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എല്ലാത്തിനും. ഇത് ഏതാണ് ഇത്? ട്രാക്ടർ അഖിലിൻ്റെ കുറേ പോസ്റ്റ് ഞാൻ കണ്ടാണല്ലോ. ഈ പറഞ്ഞ പോലത്തെ കുറേ പോസ്റ്റ് ഇതെല്ലാവരും ഇരുന്നങ്ങ് പറയുക. ഓരോരുത്തന്മാരൊക്കെ വീഡിയോ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ അവനെ ന്യായീകരിക്കുന്നു. ആ പെണ്ണിൻ്റെ ഭാഗം ആരും കേൾക്കുന്നില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് പെണ്ണിൻ്റെ ഇത് ഞാൻ കേട്ടത്. ഇതിനകത്ത് ഇത് വന്നത്. പിന്നെ ഇന്നലെ വരെ ആ പെണ്ണിൻ്റെ ഭാഗം തുറന്നിട്ടില്ല. അല്ലെങ്കിൽ അവളെ പറ്റി ആരും അന്വേഷിക്കുന്നില്ല, അവളുടെ സൈഡ് കേൾക്കാനൊന്നും ആരും നിന്നിട്ടില്ല, അല്ലെങ്കിൽ അവിടെ എന്താ നടന്നതെന്ന് അന്വേഷിക്കുന്ന പോലും ഇല്ല. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അവനും ഇവനൊക്കെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞാലോ മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാം കൂടെ കുളമാക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡിവോഴ്സ് സംഭവിച്ചു, അല്ലെങ്കിൽ അവൾ ഒളിച്ചോടി പോയെന്ന് പറയുന്നു. ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്നത് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സീനാണ്. ഒരു ബാഗൊക്കെ എടുത്ത് ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരു ബസ് ഡ്രൈവർ ആണ്ടാണ്. അതിനെന്താ കുഴപ്പം? ബസ് ഡ്രൈവർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ല ഇവിടെ. അല്ല, മോശപ്പെട്ട എന്തോ അവസ്ഥയിലോട്ട് ചാടിപ്പോയ പോലെയൊക്കെയാണ് തോന്നുന്നു. ബസ് ഡ്രൈവറോട് ഒളിച്ചോടി ഓട്ടോക്കാരനോട് പോയെന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പോലെ.
എടേ ചില കോടീശ്വരന്മാരെക്കാളൊക്കെ ഭേദമായി ഏത് മനുഷ്യരാണേലും. കോടീശ്വരനായിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല ഭ്രാന്തുള്ളവനൊക്കെ വല്ല കോടികളുണ്ടെന്ന് പറഞ്ഞാൽ ദിവസം ഇടിയും കിട്ടും, ഈ പറഞ്ഞ പോലെ കുത്തുവാക്കും കേൾക്കണം, തെറിയും കേൾക്കണം, അടിയും കൊള്ളണം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരില്ല. അവരെ കുറിച്ച് നോക്കുമ്പോൾ എവിടെയാണ് ഹാപ്പിനെസ്, ആരാണ് നമുക്ക് കോമ്പാറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു സെറ്റപ്പുമായിട്ടും നമ്മൾ എന്താ പറയണ്ടേ, ഇതൊരു കമ്പനിയാണ് എന്നത്. ഇതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർ പല റിലേഷൻഷിപ്പുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും അല്ല ഇതിൻ്റെ അവസ്ഥ. ഇതറിയത്തില്ല. ഇത് നമ്മൾ ഈ പറയുന്ന പോലെ വെസ്റ്റേൺ എന്തെങ്കിലും റിസർച്ചോ സ്റ്റഡിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയണ്ടേ സാമൂഹ്യ അന്തരീക്ഷത്തിലൊക്കെ നടന്നിട്ടുള്ള പല റിസർച്ചുകളുടെ അറ്റവും മുറിയാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെയൊക്കെ ഉള്ള ഒരു കുട്ടിക്കാലം മൂലം ജനിച്ചു വളർന്ന രീതിയിലല്ല നമ്മൾ ആരും ജനിച്ചു വളർന്നിരിക്കുന്നത്. ഇവിടുത്തെ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ സെറ്റപ്പിനകത്ത് പല എന്താ പറയണ്ടേ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഫാമിലി ബന്ധപ്പെട്ടും എന്തിനധികം പറയുന്നത് ഇവിടുത്തെ പേരൻറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ സ്കൂള് എല്ലാം ഈ നാട്ടിൽ അത്ര കറക്റ്റായിട്ട് നടക്കത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ട്രസ്റ്റ് പിന്നെ മറ്റേ ഞാനൊക്കെ കുറേ ഉണ്ട് ഇവരുടെ വാക്കുകൾ ഈ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ. ശരിക്കും ഇതൊന്നും അല്ല ആവശ്യം. ഇവിടെ വേണ്ടത് റെസ്പെക്റ്റ് ആണ്. നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക, മനസ്സിലാകുന്നുണ്ട്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആരോടെങ്കിലും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ റെസ്പെക്ട് ആവശ്യമില്ല എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തുന്നതാണ്, മനസ്സിലാകുന്നത്. അല്ലാത്തതൊക്കെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് ആൾക്കാരുടെ ഇടപെടാറ്. ഒരിടത്ത് ഞാൻ അങ്ങനെ കയറി ഇന്നേ വരെ ആ ഒരു സാധനം ചെയ്തിട്ടില്ല. അതിനകത്ത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് സൗഹൃദമോ പരിചയമോ അല്ലെങ്കിൽ അഫെയറോ എന്ത് വേണേലും ഫാമിലിയോ ഏത് സാധനമാണെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നമില്ലാതാവും. ആദ്യം ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ കയറി അത് ഇതൊക്കെ പറയായിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് തിരിഞ്ഞ് ഇറങ്ങി അവർക്കെല്ലാം കാര്യം മനസ്സിലാവും. നമ്മൾ ആൾക്കാരോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇടണമെന്ന് തോന്നിയാൽ അവർ അതുപോലെ നമ്മൾ ഇടപെട്ടാൽ തീർച്ചയായിട്ടും തിരിച്ച് ഞാൻ അങ്ങനെ ഇടപെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ഞാൻ ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇന്നേവരെ. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബന്ധമാണ് കുന്തമാണ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ അങ്ങോട്ട് കയറി ചെകയാനോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി ചെകയിക്കാനോ ഒന്നും അങ്ങനെ നിൽക്കാതിരുന്നാൽ കുറച്ച് കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കും. പിന്നെ വേറൊരാളുടെ ജീവിതമാണ്, അത് വേറൊരു മനുഷ്യനാണ്. അയാളുടെ തലയിൽ കയറി കൂടുതൽ അങ്ങ് ഉണ്ടാക്കാൻ നിൽക്കരുത്, മനസ്സിലായത്. ഇത് തലയെ കയറ്റരുതൊന്നും കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ബോധത്തിലും എൻ്റെ ചിന്തയിലും ഒക്കെ ആയിരിക്കും ജീവിക്കുന്നത്. അതിനകത്തോട്ട് കയറ്റി എൻ്റെ എല്ലാം കൂടെ അവിടെ തലയെ കയറ്റണം, അതുപോലെ അവൾ അല്ല അവൻ അതിനനുസരിച്ച് എന്ന് പറയുന്ന രീതിയിലൊക്കെ ആക്കാനാണ് ഇവിടെ ഉള്ളവരുടെ എല്ലാം ബേസിക് ടെൻഡൻസി ചെയ്താൽ അത് മനസ്സിലാവുന്നില്ല ആളുകൾക്ക്. ഇത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല ഇവരുടെ നടക്കുന്നത്. എത്ര വലിയ ആളാണെങ്കിലും കൊള്ളാം, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവട്ടെ. ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല, ബൗണ്ടറീസ് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എല്ലാവരും അങ്ങ് തോന്നിയ പോലെ കയറി ഇടപെടുന്ന പോലായി. ഇപ്പോൾ ഓക്കെ ഞാനും ഒരു മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് വിചാരിക്കുക, വിവാഹത്തിലൂടെയോ അല്ലെങ്കിൽ വല്ല പ്രേമ ബന്ധമോ അല്ലെ ഇല്ലിസിറ്റ് എക്സ്ട്രാ മാരിറ്റലോ എന്ത് മൈരാണേലും ഈ പറയുന്നിടത്ത് എല്ലാം പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറയുന്ന എനിക്ക് മറ്റേ ആളെ അങ്ങ് ശ്രദ്ധിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ എങ്ങനെ ഇരിക്കുന്നു, ഇനി ആളെ നമുക്ക് കുറച്ചുകൂടെ നാക്കാനുണ്ട്, അല്ല അയാൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇതല്ല ശരി മറ്റേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ആ ജീവിതത്തിൽ കയറി ഇടപെടുക എന്ന് പറയും. ആ സാധനം എടുക്കാറില്ല. തർക്കങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പൊതു സംഭവങ്ങളിലുള്ള തർക്കങ്ങളൊക്കെ നടക്കും. അതായത് ഇവിടുത്തെ എന്താ പറയുക ഇന്നിപ്പോൾ നടന്ന എന്നാടി വിഷയം എന്തുണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കും. അല്ലാതെ അയാളെ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ നമ്മൾ മറ്റേതാക്കാനും മറിച്ചാക്കാനുള്ള ശ്രമങ്ങൾ നടത്താറൊന്നുമില്ല. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാറുമില്ല. എന്തോ ചെയ്യുന്നത് എവിടെ എന്തോ അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്ക് പലർക്കും ഇത് മനസ്സിലാവത്തില്ല. തിരിച്ചിങ്ങോട്ട് അതല്ല ചെയ്യുന്നത്, ശ്രദ്ധിക്കും അങ്ങ് നമ്മളീ പറഞ്ഞ പോലെ എന്തോ വേറെ ഒരാളോട് ആക്കി മാറ്റിയാൽ കൊള്ളാം എന്ന് തോന്നുന്ന തരത്തിലൊക്കെ ഇടപെട്ടുള്ള ആൾക്കാർ. അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. അത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഒരുത്തനായിരിക്കും ഒരു റിലേഷൻഷിപ്പിലോ അല്ല എന്താണെങ്കിലും അല്ലെങ്കിൽ വേറെ പെണ്ണിനാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തതും. മറ്റേ ടെൻഡൻസി ഉണ്ട്, ഇയാൾക്ക് ടെൻഡൻസി ഇല്ല. എനിക്കറിയാവുന്ന ഒത്തിരി പിള്ളേരുണ്ട്, അവർ ആൺപിള്ളേരും പെൺപിള്ളേരും ഉണ്ട്. അവർ വൃത്തിക്കായിരിക്കും ഇരിക്കുന്നത്. അവർ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ ചളി ഉണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ശ്രമിക്കുന്ന പോലും ഉണ്ടാകത്തില്ല. പക്ഷെ നേരെ മറിച്ച് ആ പാർട്ണർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് അവിടെ കിടന്നുകൊണ്ട് അഭ്യാസമാണ്, ഭയങ്കര അഭ്യാസം. അങ്ങനെ പറ്റത്തില്ല, ഇതുപോലെ അതുപോലെ മറ്റേതുപോലെ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഏതാണ്ടൊക്കെയാണെന്നൊക്കെ പിന്നെ വേറെ കമ്പാരിസൺ വരെ നടത്തിക്കളയും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഇവർ മനസ്സിലാക്കാതെ പോകുന്നത്, ഇവർ ചിലപ്പോൾ ഒരു 70% ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് 30% കുഴപ്പമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആ 30%-ത്തിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ടായിരിക്കും വേറെ കാണിക്കുന്നത്. അവൻ തോണ്ടോ അതോ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അതൊരു 40% 60% മാച്ചായി മാറിയിരിക്കും. ഈ പറഞ്ഞ സംഭവം പിടിയിട്ടുന്നില്ല പലർക്കും, മനസ്സിലായോ? ഇപ്പം ഇവനാണെങ്കിലും അവളാണെങ്കിലും ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും പറ്റാത്ത ആൾക്കാർ തന്നെയാണ്. കാരണം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവൾ അറിയുന്നു, അവൾ ഉടനെ വേറെ റിലേഷൻഷിപ്പ് സെറ്റാക്കി അവൾ മുങ്ങുന്നു പോകുന്നു. ഇനി ഇത് അടുത്തടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അങ്ങനെ അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇവർ പ്രത്യേകിച്ച് ഒരു പ്രായത്തിൽ ഈ സാധനം കല്യാണം കഴിക്കാനൊന്നും കൊള്ളത്തില്ല. ഇവർ കല്യാണം കഴിച്ചിരിക്കുന്ന പ്രായവും ഒട്ടും ശരിയായിട്ടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ, മനസ്സിലായോ? ഇത് ഒരു നേരത്തെ ആയിപ്പോയി. ഒരു 30 വയസ്സ് 32 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കരുത്. അതിനകത്ത് 2-3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഒരുപാട് പക്വതയാവും. ഇമ്മ റിലേഷൻഷിപ്പും തറ ഇടപാടുമൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ഒരാളെ മാച്ച് ആവുന്നുണ്ടെന്ന് തോന്നുന്ന ഒരാളത്തിന് കല്യാണം കഴിക്കാൻ പറ്റും. കുറച്ച് സമയമൊക്കെ കിട്ടും എല്ലാവരും മനസ്സിലാക്കാനൊക്കെ. പിന്നെ എന്തെങ്കിലും ജെനറ്റിക്കലായിട്ടുള്ള അസുഖമോ പ്രാന്തൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജെനറ്റിക്കലായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം കൊണ്ട് പലരും അടിച്ചു പോകും, മനസ്സിലാകുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിൽക്കുന്നവരൊക്കെ കുറച്ചുകൂടെ ഒക്കെ കാളി ജീവിച്ചിരിക്കുന്നുള്ള യാതൊരു സംശയം വേണ്ട. അതിന് മുമ്പ് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ 23, 24, 25 വയസ്സ് കെട്ടിയവർ ചിലരൊക്കെ 35-നുള്ളിൽ പാർട്ണർ മരിച്ചു പോകുന്ന സീനൊക്കെ നടക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പുറത്തിയാടും. 35 കഴിഞ്ഞാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആ സമയത്ത് പെണ്ണുങ്ങൾക്ക് ഈ പ്രസവ സംബന്ധമായിട്ടുള്ള നേരത്തെ പ്രസവിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് 28-29 വയസ്സിലൊക്കെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന നല്ലതാണ്. അതൊരു വിഷയമാണ് ഇതിനകത്ത്. അതും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 75-80 വയസ്സൊക്കെ ആയുസുള്ളതുകൊണ്ട് 35 പ്രസവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ നടന്നു പോരും. ഏറ്റവും ഹെൽത്തി പിള്ളേരുണ്ടാകുന്നത് പക്ഷേ 25-30 ഇടയ്ക്കൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതൊരു പ്രശ്നമാണ് ഇവിടെ. അപ്പോൾ ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം വരുമ്പോൾ വലിയ വിഷയമാണ്. എന്നാൽ പോലും എന്നാൽ പിന്നെ ആണുങ്ങളെങ്കിലും ഒരു 32 കഴിഞ്ഞ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. പെണ്ണിന് 28, ആണിന് 32, അങ്ങനെ കല്യാണ പ്രായം ഫിക്സ് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ 22, 25 പിടിച്ച് കെട്ടിയിട്ട് ഒരു കാര്യമില്ല. ആൾക്കാർ ഫിനാൻഷ്യലി സെറ്റിൽ ആയിട്ടില്ല, മെന്റലി സെറ്റിൽ ആയിട്ടില്ല, അവർക്ക് ഫിസിക്കലി പോലുമുള്ള ആ ഒരു എന്താ പറയണ്ട പ്രശ്നങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരിക്കും ഒരു പ്രായത്തിൽ, പക്ഷെ പെട്ടെന്ന് അടിച്ചു പോകുന്നുണ്ടല്ലേ, കിളി പോകും, ചിലപ്പോൾ ആ കഴിവുകൾ പോയെന്ന് തോന്നും, ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കും, ഇന്നത്തെ ഏതെങ്കിലും ഒന്നും നടക്കും. ഇതൊന്നും കൈ നിൽക്കുന്ന കാര്യങ്ങളുമല്ല. ഇതൊന്നും നമ്മൾ വിചാരിച്ച പിടിച്ചു നിർത്താൻ പറ്റുന്നതല്ലേ. ജനറ്റിക്സ് ഒക്കെ എന്താ ആർക്കറിയും? അല്ലെ പിന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യണം, ഫിസിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി ഈ പറഞ്ഞ പോലെ ഈ ജനറ്റിക്കലി വല്ല പ്രശ്നമുള്ള സംഭവം ഇവൻ്റെ ജീനിലുണ്ടോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷം വേണം ഈ ചെറുക്കനെ പെണ്ണോട് കെട്ടി ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ. അല്ലാതെ എന്ത് ഇപ്പോൾ സെക്ച്വലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഈ മാതിരി ആരോട് വേണേലും ആവാം. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിട്ടിട്ട് പോയിട്ട് ഇങ്ങനെ അത് പിന്നെ മാനസികമായിട്ട് വെറുപ്പിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ കുട്ടികളെ കേസ് വരുമ്പോൾ നല്ലത് ജനറ്റിക്കലി ഫിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തമ്മിൽ സെറ്റാക്കിയിട്ട് പുതിയൊരു സാധനം ഇറക്കി വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്നും അത്ര വലിയ ഫിറ്റ്നസ് ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നാൻ ഞാൻ പിള്ളേരുണ്ടാക്കാൻ നിന്നില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിപ്പോയി. പിന്നെ ഈ രാജ്യത്താണ് ജനിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഒരു എന്ത് ചെയ്യാൻ എനിക്കറിയത്തില്ല. ഇത് എന്ത് ചെയ്യുമോ ഈ പിള്ളേരെ കൂടെ കുറേ മനുഷ്യരായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രാജ്യത്ത് ഇനിയും മനുഷ്യരെ ഉണ്ടാക്കിയിടുക, അങ്ങനെ ഒരു ചിന്തയൊക്കെ വന്നപ്പോൾ വേണ്ടെന്ന് വെച്ച്. അത് ശരിയാവുന്നില്ല, ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് ഒക്കുന്നില്ല. അത് പണ്ടേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലോട്ട് പോകത്തില്ല. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ചെറുക്കിനും പെണ്ണിനും ആർക്ക് വേണേലും എവിടെ വേണേലും എങ്ങനെയാണെങ്കിലും ജീവിക്കാനുള്ള ഇതൊക്കെ ഉള്ളൂ. അതിനകത്ത് ഇവള് ഡിവോഴ്സ് ചെയ്തിട്ട് പോകണം, അവനായിരുന്നു ആദ്യം ഡിവോഴ്സ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവനാണെന്ന് കുറച്ചൊരു അങ്ങനെ അഫയർ ഉണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇവളോട് പോയി ഇവൾ ഇന്ന കാര്യങ്ങൾക്ക് പോരാൻ തോന്നി അവൻ വേണം എന്തുകൊണ്ട് ചെയ്യാം. കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഭാഗ്യം. ഈ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ പിള്ളേരെ ഉണ്ടാക്കരുത്. ഞാൻ ഈ പറയുന്ന ചെറുക്കൻ മോശക്കാരനാണെന്നോ പെണ്ണ് മോശക്കാരനാണെന്നോ അല്ല, രണ്ടുപേരും മോശക്കാരൊന്നും അല്ല. എന്തെങ്കിലും കാരണവശാൽ ഇനി അവന് റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് കരുതിയാലും അവനെ അങ്ങ് പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞ് അവനാണോ ശരി ഇവനാണോ ശരി എന്നുള്ള അന്വേഷണമൊന്നും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ പ്രായം അത്രയൊക്കെ ഉള്ളൂ. ഇത് ചെറിയ പ്രായക്കാരാണ്, അവർക്ക് ആ പറഞ്ഞ അത്രയും പക്വതയൊന്നും ആയി കാണത്തില്ല. ഈ എന്തിനധികം പറയുന്നത്, എന്ത് പക്വത, മൂത്ത് മെടിച്ച സാധനങ്ങൾ പോലും മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ. 10, 35, 40 വയസ്സായങ്ങൾ ഒളിച്ചോടുകയും അല്ലെ ഈ ഒരു പ്രായം കഴിഞ്ഞിട്ട് പിന്നെ ഈ അബദ്ധങ്ങളൊക്കെ തന്നെ കാണിക്കുന്ന ആൾക്കാരോടുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് പല സൈസ് മണ്ടത്തരങ്ങളൊക്കെ. നമുക്ക് ഈ ഇത്തരം പരിപാടിക്ക് അതൊക്കെ മണ്ടത്തരം വരും. നമ്മൾ വെറുതെ ആൾക്കാരെ വിശ്വസിക്കുകയും ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ആയിരിക്കും നിർബന്ധമില്ല. എന്നെ പറ്റി അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നെയൊക്കെ പിന്നെ ഒരുപാട് എന്താ പറയുക ഒരു ധാരണ കിട്ടും ആളുകൾക്ക്. ഇപ്പോൾ ഇവന് ഇങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉണ്ട്. അല്ലാതെ വളരെ മാന്യനും ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക പറ്റിക്കുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറ്റിക്കലൊന്നും കുറവാണ്. പക്ഷെ എന്നാൽ പോലും എന്നെ ഡീസൻ്റ് ഒരു ഇമേജൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചാൽ പോലും എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലും അത്ര വലിയ അതിശയമൊന്നും തോന്നില്ല. പക്ഷേ ഭയങ്കര മാന്യമായിട്ടൊക്കെ ജീവിക്കും. ഈ മാന്യന്മാരെ ശ്രദ്ധിക്കുക കേട്ടോ, ഭയങ്കര മാന്യതയാണ്. അല്ലെങ്കിൽ ഇവന് കുറച്ച് മാന്യത ഉണ്ടല്ലോ ഈ അഖിലിന്, അത് പ്രശ്നമാണല്ലോ. അവൾ പോയാൽ പോട്ടെ എന്ന് ഡയലോഗ് അടിക്കുന്നു. അപ്പോൾ ഈ മാന്യത ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ല? ഓവർ മാന്യതയും ഓവർ വിനയവും കാണിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഫ്രോഡായിരിക്കും, ഒരു സംശയം വേണ്ട. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നവർ ഫ്രോഡായിരിക്കും. അതായത് തരികിട, തട്ടിപ്പ്, കുത്തിത്തിരിപ്പ്, കുശുമ്പ്, കുന്നായ്മ, കുതികാൽ വെട്ട് എന്നീ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി. അവർക്ക് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആൾക്കാരായിട്ട് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് അവർ അത്രയും ഇമേജ് കോൺഷ്യസ് ആയതും അവരൊരു പ്രത്യേക മാസ്ക് ധരിച്ച് മറ്റുള്ളവരെല്ലാം പ്ലീസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല എന്നൊക്കെ വരുത്തി തീർത്ത് ഞാൻ ഭയങ്കര ഡീസൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പിരിക്കും. ചെല്ലു വിളിച്ച് പറയുക ചെയ്യും ഞാൻ ഡീസൻ്റ് ആണെന്നൊക്കെ. അങ്ങനെയല്ല, അങ്ങനത്തെ ഐറ്റങ്ങളെ ശ്രദ്ധിക്കണം. അവർ കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ. അവർ അതിനുവേണ്ടി തന്നെയാണ് ആ ഇമേജ് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും ഇത് വലിയ വിഷയമൊന്നുമല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും കാണിക്കുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്നെ അത്ര അങ്ങോട്ടങ്ങ് വിശ്വസിച്ച് ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആയിട്ടൊന്നും വരേണ്ട ആവശ്യമില്ല ആരും. അങ്ങനെ ഒരു സാധനം ഞാൻ കൊടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞാൽ ആരെയും ഉടായിപ്പിക്കാന്നതും കുറവാണ്. ഉടായ്പ സീൻസൊക്കെ കുറവാണ്. നമ്മുടെ അടുത്ത് ഇവിടെ ഉടായ്പ ഇറക്കുമ്പോൾ ഉള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരെയും കരുതി കൂട്ടി ഇങ്ങനെ ഇതിനൊക്കെ മെനക്കെട്ടിരുന്ന് ഒരാളെ കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അങ്ങനെ ഞാൻ എങ്ങനത്തെ ഇമേജ് ഒക്കെ ഉള്ളതാണ്, ഞാനിപ്പോൾ അത്രയും കൂട്ടുകാരുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ബന്ധം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കാമുക ഉണ്ടാക്കുന്നു, അങ്ങനെയൊന്നും നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിന്നാൽ ചിലപ്പോൾ വേറൊരു തരം ആളെ നമ്മുടെ കൂടെ കൂടും. ഇതേപോലെ തന്നെ ഇമേജും കൊണ്ട് വേറെ ആൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലും നല്ലത് അങ്ങനെ ഇമേജ് ഇല്ലാതെ നിൽക്കുന്നത്. പിന്നെ ഇവർ തന്നെ ചിലപ്പോൾ നമുക്കിട്ട് ഇത് തിരിച്ചടിച്ചെന്നൊക്കെ ഇരിക്കും. ഈ പറയുന്ന ആളുകൾ നമ്മളിച്ചിരി പിന്നെ വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറയാതിരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞു പോയി ഇത് തന്നെ എടുത്ത് അവർ തിരിച്ച് നമുക്കിട്ട് ഒരു ദിവസം താങ്ങും. അവരുടെ ആവശ്യം നടക്കണം, അല്ലെങ്കിൽ ഇവർക്കൊരു പ്രത്യേക ആവശ്യം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ തിരിച്ച് നമുക്കിട്ട് അതേ സാധനം വെച്ചിട്ട് നമ്മളായിട്ട് പറഞ്ഞ കാര്യം പോലും എടുത്തിട്ട് തിരിച്ച് പ്രയോജനമായി. അതുകൊണ്ട് ആരോടും മൊത്തം കാര്യങ്ങളൊന്നും പറയണ്ട. മനസ്സിലായില്ലേ? നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. ഇതിനിടയിൽ ഒരാൾ വന്നാൽ അയാളെ ആ ബൗണ്ടറി ശരിക്കും സെറ്റ് ചെയ്താൽ വന്നതും പോയതൊന്നും വലിയ വിഷയമാകത്തില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് തോന്നിയാൽ വേണം എന്നെ കൺസൾട്ട് ചെയ്യാം. പക്ഷേ അത് ഫ്രീ സർവീസ് അല്ല. ഞാൻ ഈ വീഡിയോ പറയുന്നതല്ല, കുറച്ച് ഒരു ലിസണർ അജു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറേ നാൾ മുമ്പ് ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്ടൊക്കെ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു. പക്ഷേ അതല്ലിത്, ബോയ് ഫ്രണ്ടൊന്നും അല്ല. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു വേറൊരു
പിക്ചർ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താനൊക്കെ പറ്റുന്നിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ഇത് മനസ്സിലാകത്തില്ല പലതും, അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരാളുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണ് അയാളെ ബുദ്ധിമുട്ടിച്ചത്, അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ ഊരാം, ഇത് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ, അങ്ങനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ഡിവോഴ്സ് എങ്ങനെ നടത്താം, അതിനുള്ള അഡ്വക്കേറ്റിനും സഹായങ്ങളും നടത്തി കൊടുക്കുക, ഇങ്ങനെയുള്ള സർവീസൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കമ്പാനിയൻഷിപ്പ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല ഇതുവരെ. എന്നാലും കമ്പനി കൊടുക്കുന്നുണ്ട്, 1 hour റേറ്റ് ഒക്കെ ഉണ്ട്. അല്ല ചുമ്മാ ഫ്രീ ആയിട്ടല്ലേ ഈ സർവീസ് ചെയ്യുന്നത്. ഈ റെൻ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സാധനം ആദ്യമായിട്ട് ഇവിടെ പ്രൊഫൈൽ തുടങ്ങിയ ഞാനായിരിക്കും. അത് കഴിഞ്ഞിപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. അതിപ്പോൾ പണ്ടേ ഞാൻ ആലോചിച്ച കാര്യമാണ്, പക്ഷേ അത് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ആൾക്കാർ വളരെ മര്യാദയ്ക്കൊക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടി, അതുകൊണ്ട് പേജ് പലരും പല റേറ്റിലൊക്കെയാണ് ഫിക്സ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പൈസയൊക്കെ തരുന്നുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. അത് കഴിയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന പോലെ ഒരു ക്ലാരിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടത്തിയപ്പോൾ മനസ്സിലായത് ഇവിടെ പലർക്കും അറിയത്തില്ല എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആരാണ് തട്ടിപ്പുകാരെന്ന് പിടികിട്ടത്തില്ല. എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത് നിന്ന ആളാണെന്ന് തട്ടിപ്പ് ഇപ്പുറത്ത് നാളിൽ കുഴപ്പമില്ലെന്നൊക്കെ. അത് നമുക്ക് മനസ്സിലാവും. എനിക്കെന്ന് വെച്ചാൽ ഒരാളെ അങ്ങനെ ഒരാൾ പറഞ്ഞു ഞാൻ അനലൈസ് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും. എനിക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ ചുറ്റും നിൽക്കുന്നവർ ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. അങ്ങനെ ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൾക്കാരുടെ ഇടയിൽ. പിന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. ഒരാൾ ചെറിയ ഇഷ്യൂ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. അവരെ ഇടപെടുന്നിടത്തൊന്ന് മാറ്റണോ അല്ലെങ്കിൽ കൂടെ നിൽക്കണോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആർക്കാണ് ഇത് ആവശ്യം, ആർക്കാണ് വീക്ക്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് കുറ്റം, ആരാണ് ഇവിടെ പ്രശ്നക്കാരൻ, ആരാണ് ഇവിടെ മാനസിക രോഗി എന്നൊക്കെ ഉള്ളത് ചിലർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പലർക്കും പലതും അറിയത്തൊന്നുമില്ല. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബസ്സിലേക്ക് കയറി നിന്ന് എന്തെങ്കിലും കാണിക്കുന്ന ഒരു രോഗമാണെന്ന് പറയുമ്പോൾ ആ ഡോക്ടറെ എത്ര വിളിക്കുന്നത്. അത് രോഗമൊന്നുമല്ല, അവൻ അടിയിട്ടാത്തതിന് ഓർമ്മയെന്നൊക്കെ പറയത്തില്ല. ഈ ആളുകളൊക്കെ വീട്ടിൽ പ്രശ്നം നടക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അറിയത്തില്ല അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ജസ്റ്റ് റെൻ്റ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അജു അലക്സ് എന്നൊരു പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെകുത്താൻ്റെ പേജിൽ ചെകുത്താൻ 2024 ചെഗു എന്നൊരു പേജുണ്ട്. പിന്നെ ചെകുത്താൻ ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പേരുണ്ട്. അങ്ങനെയുള്ള പേജുകൾ കണ്ടറിയാം എൻ്റെ പേജാണെന്നുള്ളത്. അവിടെ മെസ്സേജ് ഇട്ടാൽ മതി, ഇങ്ങനെ റെൻ്റ് എ ഫ്രണ്ടിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇത് ലിസ്ണർ